ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ പോകുന്നു SIT. കോടതി ഇതിനായി ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും ഈ സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. നേരത്തെ VSCയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന നടന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഈ സ്വർണ്ണപ്പാളികൾ മുഴുവനായി മാറ്റിയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. എത്ര സ്വർണം അവിടെ നഷ്ടമായി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. അതുകൊണ്ട് ഇനി മറ്റൊരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൂടി SIT തയ്യാറെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അനുമതിയാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, നേരത്തെ പുറത്തു വന്ന ചില സൂചനകൾ അനുസരിച്ച് ഒരുപക്ഷേ ഒരു കുറ്റപത്രത്തിലേക്ക് SIT എത്താനുള്ള സാധ്യതയുണ്ടെന്നായിരുന്നു. പക്ഷേ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം വീണ്ടും നിർണായകമായിരിക്കെ അത്തരമൊരു നീക്കത്തിലേക്കുടൻ പോകാനുള്ള സാഹചര്യമുണ്ടോ SITക്ക്? ഷഫീദ്, ഉന്മേഷ, നിലവിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്ന വിവരം അനുസരിച്ച്, അതായത് വീണ്ടും സാമ്പിളുകൾ പരിശോധിക്കാനുള്ള നീക്കം, അതിനുള്ള അനുമതി എന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കുറ്റപത്രം ഉടൻ ഉണ്ടാകാൻ വഴിയില്ല. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ച്, അതായത് ഈ സാമ്പിളുകളുടെ പരിശോധനാ ഫലത്തിന് മുൻപ് കുറ്റപത്രം സമർപ്പിച്ച് അത് വിചാരണ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രതികൾക്ക് അനുകൂലമായി മാറരുത് എന്നുള്ളൊരു കാര്യം SITക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SIT അതിന്റെ ഗൗരവം കോടതിയിൽ ഇപ്പോൾ അറിയിച്ചത്. മാത്രവുമല്ല, ഈ പാളികളുടെ കാലപ്പഴക്കം സംബന്ധിച്ചും ചെമ്പ് പാളികൾ തന്നെ, അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ തന്നെ തിരികെ എത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് കൃത്യമായി കോടതിയിൽ കുറ്റപത്രത്തിനൊപ്പം അറ്റാച്ച് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വിചാരണ ഘട്ടത്തിൽ വലിയ തിരിച്ചടിയാകും എന്നുള്ളൊരു വിലയിരുത്തൽ SITക്കും ഇപ്പോൾ കോടതിക്കുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ശാസ്ത്രീയ പരിശോധന നീക്കം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. അങ്ങനെയാണെങ്കിൽ VSSCയിലെ പരിശോധന നമ്മൾ കണ്ടതാണ്. 25 ദിവസത്തിലധികം സമയം അതിനുവേണ്ടി ആവശ്യമായി വന്നിട്ടുണ്ട്. വീണ്ടും സാമ്പിളുകൾ പരിശോധിക്കണം, അതൊരു പക്ഷേ ശേഖരിക്കണം. അത് അടുത്ത മാസപൂജയ്ക്കായി അടുത്തയാഴ്ച നട തുറക്കുമ്പോഴായിരിക്കും വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കുക. ആ സാമ്പിളുകൾ ശേഖരിച്ച് അവ വീണ്ടും മറ്റൊരു ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കണം. ആ പരിശോധനയുടെ ഫലം കിട്ടണം. സ്വാഭാവികമാണ്, ഈ കുറ്റപത്രം വൈകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ തിരിച്ചടിയാകില്ല. പകരം വിചാരണയിലടക്കം കൂടുതൽ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് SITയുടെയും കോടതിയുടെയും ഈ നീക്കം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉന്മേഷ്, ഷഫീദ്, ഇപ്പോൾ പുതിയൊരു വിവരം വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇടക്കാല ഉത്തരവ് കോടതി ഇപ്പോൾ പറയുകയാണ്. പക്ഷേ അതെന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് ആ ഉത്തരവ് പുറത്തു വരുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും ഈ വീണ്ടും ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള അനുമതി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നിലവിൽ VSSCയിലാണ് പരിശോധന നടത്തിയതെങ്കിൽ ഇനി കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരാൻ എവിടേക്കാണോ ആ ലാബിൽ എന്നുള്ള നിലയ്ക്കായിരിക്കുമല്ലോ ആ ഉത്തരവ് വരിക. അപ്പോൾ ഇതിനൊക്കെ എടുക്കുന്ന സമയമെന്ന് പറയുന്നതും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് നിലവിലെ സാഹചര്യത്തിൽ. കേരളത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതൊരു രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ ഈ കുറ്റപത്രം വൈകുമെന്ന് പറയുമ്പോൾ അതൊക്കെയും ആ വിഷയങ്ങളിൽ കൂടി പ്രതിഫലിക്കുമല്ലോ ഷഫീദ്? ഉന്മേഷ, ഉറപ്പായിട്ടും. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ അന്വേഷണം തുടങ്ങി ഏതാണ്ട് 100 ദിവസം പിന്നിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 4 പ്രതികൾ ഇതുമായി ബന്ധപ്പെട്ട ജാമ്യം ലഭിച്ച് പുറത്തുമുണ്ട്. നമുക്കറിയാം, മുരാരി ബാബു, D സുധീഷ് കുമാർ, ശ്രീകുമാർ, ഏറ്റവും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ 4 പേരും പുറത്തുമുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ പ്രതികൾ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് കേസന്വേഷണത്തിൽ തടസ്സമാകില്ല എന്ന് കഴിഞ്ഞ തവണ തന്നെ കോടതി വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്ന വിവരം അനുസരിച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന കാര്യം, കോടതി ഈ കേസിന്റെ കൂടുതൽ മെറിറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വിചാരണ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു ഹറിബറി രീതിയിൽ ഇക്കാര്യങ്ങൾ കോടതിക്ക് മുൻപിലേക്ക് കുറ്റപത്രമായി വന്നാൽ പിന്നീട് അതൊരിക്കലും തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് കൂടുതൽ ശാസ്ത്രീയ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ വരട്ടെ എന്നുള്ളതാണ്. ഇക്കാര്യത്തിലെ ആകാംക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടടക്കം പ്രത്യേക അന്വേഷണത്തിന് കോടതി നിർദ്ദേശം നൽകുമോ എന്നുള്ളതാണ്. ഏതായാലും ആ ഘട്ടത്തിലുള്ള ചില ആകാംക്ഷ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിന്ന് ഹൈക്കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിലൊന്നാമത്തെ കാര്യം, ഈ സാമ്പിളുകൾ വീണ്ടും ശേഖരിച്ചത് പരിശോധനയ്ക്ക് അയച്ച് നീങ്ങാനുള്ള മറ്റൊരു ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കാനുള്ള കോടതിയുടെ അനുമതിയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. രണ്ടാമത്തേത്, ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം ഇടക്കാല റിപ്പോർട്ടിൽ അനുമതി അത് SIT തേടിയിരുന്നു. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടായാൽ അത് രാഷ്ട്രീയമായി മറ്റു തരത്തിലേക്കുള്ള ചില കാര്യങ്ങളിലേക്ക് വഴിവെക്കും. കാരണം നമുക്കറിയാം, അത് ആരുടെ കാലത്താണ്, അല്ലെങ്കിൽ UDFന്റെ ബോർഡുള്ള സമയത്താണ് കൊടിമര പുനഃപ്രതിഷ്ഠ നടന്നത്. ഇതിനോടകം തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചയാവുകയും അത് നിയമപരമായിട്ടാണ് അക്കാര്യങ്ങളൊക്കെ നടത്തിയത്. വാജിവാഹന കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ അതിന് പിന്നാലെ പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടപ്പോൾ മറ്റൊരു അന്വേഷണം ഉണ്ടാകുമോ, ഒരു പ്രത്യേക അന്വേഷണം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതും ചില സൂചനകളായി ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കേരളത്തിൽ സജീവ ചർച്ചയാകും വരും ദിവസങ്ങളിലും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ്. ഇതിനോടകം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആദ്യ കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലടക്കമുള്ള
കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന് നമ്മൾ കണ്ടു. ആന്റണി എം പിയെ ചോദ്യം ചെയ്ത് വിളിപ്പിക്കാനുള്ള നീക്കം അത് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ നടക്കുമ്പോൾ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അതിന്റെ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ കൊടിമര നിർമ്മാണത്തിലടക്കം വീണ്ടും ഒരു പ്രത്യേക അന്വേഷണത്തിന് SIT കോടതി ചുമതലപ്പെടുത്തുമോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വളരെ ആകാംക്ഷയുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് പോകേണ്ടി വരും. അത് ഒരേപോലെ LDFനും UDFനും അവർക്ക് നെഞ്ചിടിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ കൊടിമര പുനർനിർമ്മാണത്തിൽ പ്രത്യേക കേസെടുത്തുള്ള അന്വേഷണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് UDFനെ സംബന്ധിച്ച് വലിയ തലവേദനയ്ക്ക് കാരണമാകും. കാരണം അജയ് തറയിലടക്കമുള്ള ആളുകൾ അവർ അംഗമായിരുന്ന ബോർഡാണ്. നമുക്കറിയാം ആ സമയത്ത് UDFന്റെ ഭരണകാലത്ത് തീരുമാനമെടുത്തത് അതിന്റെ ചില വിവരങ്ങളടക്കം, അതായത് അതിന്റെ തന്ത്രവിധി പ്രകാരമുള്ള വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നതാണ്. അതും ഇക്കാര്യത്തിൽ ശ്രദ്ധേയമായി മാറും. ഉന്മേഷ്, ചില സൂചനകൾ ലഭിക്കുന്നത് ഈ കൊടിമരം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക അന്വേഷണത്തിന് കൂടി കോടതിയുടെ അനുമതി ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലാണ്. അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ കോടതി സ്വീകരിച്ചൊരു നേരത്തെയുള്ള സമീപനം പരിശോധിക്കുകയാണെങ്കിൽ മുൻ ഇടപാടുകളിലുമൊക്കെ അന്വേഷണം നടക്കട്ടെ എന്നുള്ളതായിരുന്നുവല്ലോ. അപ്പോൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക അന്വേഷണത്തിലേക്കൊക്കെ കോടതി അനുമതി നൽകിയാൽ അത് രാഷ്ട്രീയമായി കൂടി UDFനെയും പ്രതിരോധത്തിലാക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും കൊടിമരം നിർമ്മാണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് കോടതി അനുമതി നൽകുമോ, പ്രത്യേക കേസായി അത് പരിഗണിക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഇടക്കാല ഉത്തരവ് കോടതി പറയുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അടച്ചിട്ട കോടതി മുറിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.